ഹലോ ഗെയ്സ്, എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഷൂട്ടുണ്ട്, ഒരു ഔട്ടിംഗ് ഉണ്ട്, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെയാണ്. ആദ്യം പോകുന്നത് നമുക്കൊരു അബായ ഷൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് എന്ന് തന്നെ ഉള്ളൂ, പക്ഷേ ക്ലയൻറ്റിന് വേണ്ടിയിരുന്നത് നാച്ചുറൽ ലൈറ്റുള്ള ഫോട്ടോസാണ്. ഇതൊരു റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റുഡിയോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം ഒരു 2 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് തീർത്തത്. 20 ചില്ലറ അബായകളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഷൂട്ട് ചെയ്തു, നേരെ വീട്ടിലോട്ട് പോരുകയാണ്. ഇനി അബായ ഷൂട്ടിൻ്റെ സീസണാണ് എനിക്ക് കേട്ടോ. ആക്ച്വലി അത് തണുപ്പായതുകൊണ്ട് തന്നെ കുറേ ന്യൂ കളക്ഷൻസൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുക്കാനുണ്ടാവും. വീട്ടിലെത്തി ഇനി പോകുന്നത് ഇൻഡസ്ട്രിയൽ ഏരിയയിലോട്ടാണ്. നമ്മുടെ വണ്ടിയുടെ ഒരു സ്പെയർ പാർട്സ് നോക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്ന് ആകാശം കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. 2 ദിവസമായിട്ട് ആകാശമൊക്കെ ഇതേപോലെയാണ്. സാധാരണ ഇവിടെ ഇങ്ങനെ കാണാൻ കിട്ടാറില്ല. എന്തായാലും പോയ കാര്യം ഗോവിന്ദ, നമുക്ക് സ്പെയർ പാർട്സ് കിട്ടിയില്ല. ഇനി വേറെ ദിവസം പോകണം. അങ്ങനെ ഈവനിങ് ആയി. ഞാനും സനിയും അൻഫസും കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ്. നമ്മുടെ ടീംസിനൊന്ന് കാണാനുണ്ട്. അവരായിട്ട് ചില്ല് ഔട്ട് ചെയ്തിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇവരൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഞങ്ങൾ ഒരു ചായയും കുടിച്ച് ഇങ്ങനെ കുറേ നേരം കത്തി വെച്ചിരുന്നു. അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്ത്. അതങ്ങനെയാണല്ലോ, ഫ്രണ്ട്സുകളായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ ടൈം പോകുന്നത് അറിയില്ല. പിന്നെ അവിടുന്ന് അവരോട് ടാറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ മർസയിലോട്ട് പോരുകയാണ് കേട്ടോ. മർസയിലെത്തി ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഒരു ഗ്രോസറി പർച്ചേസും അതുപോലെ തന്നെ കുറച്ച് വേറെ ഐറ്റംസുകളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. പോരാൻ നേരത്ത് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.